ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് ട്രീയുടെ വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുന്നേ ഒരു പ്രാവശ്യം ഞാൻ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഇന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് 80 രൂപയാണ് വില വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ചാർട്ട് പേപ്പർ വേണം. അപ്പോൾ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇതും ചാർട്ടും ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പണി തുടങ്ങാം. അപ്പോൾ ഇതുപോലൊരു ചാർട്ട് എടുത്തിട്ടുണ്ട്. ഈ ചാർട്ടിന് നമുക്ക് ഈ ചാർട്ട് പേപ്പർ നമുക്കൊന്ന് കോണായിട്ട് മടക്കിയെടുക്കണം. ഈ ഫെവിക്കോൾ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കാതെ ഇത് കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇത് നമുക്കിനി ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കോണാക്കി എടുത്തിട്ടുണ്ട്. ഈ കോണിൽ നമുക്കിനി LED ബൾബ് ഒട്ടിച്ചു കൊടുക്കാം. ഹായ് പറ. മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഇത് ഫുള്ളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പച്ച ഹാരം നമുക്കിതിലൊന്ന് ചുറ്റിയെടുക്കാം. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ ആവശ്യമാണ്. സാധാരണ ഫെവിക്കോളൊന്നും കൊണ്ട് ഇത് ഒട്ടില്ല. ഗ്ലൂഗൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ രണ്ടറ്റത്ത് മാത്രം ഒട്ടിച്ചാൽ മതിയാവും. എനിക്കിതുപോലത്തെ 3 എണ്ണം ആവശ്യമായിട്ട് വന്നു. ആദ്യം വാങ്ങിയപ്പോൾ ഒരെണ്ണം മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. രണ്ടാമത് വാങ്ങാൻ പോയപ്പോൾ 60 രൂപയായിരുന്നു. ആദ്യം വാങ്ങിയ ഒരെണ്ണത്തിന് 80 രൂപയായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ 3 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അത് 3 നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ലൈറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. ലൈറ്റും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് മാത്രം വെച്ച് ഇങ്ങനെ തന്നെ ക്രിസ്മസ് ട്രീ ആയിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ കുറച്ച് സ്റ്റാറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇതുപോലൊരു ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് സ്റ്റാർസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് 2-3 ബെല്ലും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റാർസ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്? സ്റ്റാർസും കൂടെ ഒട്ടിച്ചപ്പോൾ വേറൊരു ലെവലായിട്ടുണ്ട്. ഇനി ബെൽസും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ബെല്ലുണ്ടാക്കാൻ വളരെ ഈസിയാണ്. റൗണ്ട് ഷേപ്പിൽ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് നടുവിലൂടെ 2ആയിട്ട് മുറിക്കുക. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിനകത്ത് വെള്ളമുത്തോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. ബെല്ല് റെഡിയായി കിട്ടും. അത് വളരെ ഈസിയാണ്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി കുറച്ച് ബെൽസും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ നടുവിൽ ഒരു കമ്പോ PVC പൈപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെട്ടിച്ചട്ടിയോ എന്തെങ്കിലും ഒരു പോട്ടിനകത്ത് മണ്ണും കൂടെ നിറച്ച് അതിൽ കുത്തി വെച്ചാൽ നമ്മുടെ പണി തീർന്നു. ഈ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.